അങ്ങനെ പരിക്കുകളെല്ലാം കഴിഞ്ഞ് രണ്ട് താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ്. സഞ്ജു, ജഡേജ ഇവരാണത്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്. ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ടാമത്തെ T20. ഇന്ന് തോറ്റാൽ ഇന്ത്യക്ക് പരമ്പര നഷ്ടപ്പെടും. അതുകൊണ്ട് മികച്ച രീതിയിൽ കളിച്ച് പരമ്പരയിൽ 1-1 ഒപ്പം എത്താനാണ് ന്യൂസിലാൻഡിന്റെ പദ്ധതി. സീനിയർ താരങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. യുവതാരങ്ങൾ വേണ്ടത്ര ഫോമിൽ കളിക്കുന്നുമില്ല. ഇന്ന് ഓപ്പണിംഗിൽ പൃഥ്വി ഷാ വരുമെന്ന റിപ്പോർട്ടുകൾ കാണാനുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ജഡേജ സഞ്ജുവുമായി ബന്ധപ്പെട്ടതാണ്. ജഡേജ കുറെ കാലമായി ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ട് കഴിഞ്ഞ T20 വേൾഡ് കപ്പിലടക്കം താരത്തിന് കളിക്കാൻ സാധിച്ചില്ല. പരിക്കായിരുന്നു ജഡേജയെ വേട്ടയാടിയത്. ഒരു പരിക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത പരിക്ക് വരും. അങ്ങനെ ജഡേജയുടെ കരിയർ തന്നെ അവതാളത്തിലായി. ഇപ്പോഴത്തെ ജഡേജ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ജഡേജയുടെ പരിക്കെല്ലാം മാറി താരം പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി. കഴിഞ്ഞ ദിവസം നടന്ന രഞ്ജി ട്രോഫിയിൽ ജഡേജ 7 വിക്കറ്റ് എടുത്ത് തിളങ്ങിയിരുന്നു. ഇനി അടുത്ത സീരീസിൽ ജഡേജയുടെ വരവാണ്. ഇനി സഞ്ജുവിനും പരിക്കായിരുന്നു. ന്യൂസിലാൻഡ് സീരീസ് മുഴുവനായിട്ടും സഞ്ജുവിനെ നഷ്ടപ്പെട്ടു. ശേഷം സഞ്ജു ഫിറ്റ്നസ് ട്രെയിനിങ്ങിലായിരുന്നു. ഇപ്പോഴത്തെ സഞ്ജുവിന്റെ പരിക്കെല്ലാം മാറിയിരിക്കുകയാണ്. സഞ്ജു ഫിറ്റ്നസ് ടെസ്റ്റിൽ പാസ്സായിരിക്കുകയാണ്. ഇനി ഇന്ത്യയുടെ അടുത്ത സീരീസ് ഓസീസുമായിട്ടാണ്. മാർച്ചിൽ ഓസ്ട്രേലിയയുമായിട്ട് 3 ഏകദിനം ഇന്ത്യ കളിക്കുന്നുണ്ട്. ഈ ഒരു മാച്ചിൽ ജഡേജ, സഞ്ജു ഈ രണ്ട് താരങ്ങളെയും തിരിച്ചു വിളിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത്. ജഡേജ ടീമിലേക്ക് എത്തിയാൽ ഇന്ത്യൻ ടീം സ്ട്രോങ് ആകും. ജഡേജയ്ക്ക് പകരം വന്ന അക്സർ പട്ടേൽ ഇപ്പോൾ മികച്ച കളി കാഴ്ചവെക്കുന്നുണ്ട്. ഇനി ഇഷാൻ ബാറ്റിംഗിൽ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. താരത്തെ ഒഴിവാക്കി ഓസ്ട്രേലിയൻ ഏകദിനത്തിൽ സഞ്ജുവിന് അവസരം കിട്ടുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ ജഡേജ, സഞ്ജു ഈ രണ്ട് താരങ്ങളും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.